ഹായ് ഓൾ, എല്ലാവർക്കും വിന്നി ലൈഫ് എജു അക്കാദമിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റുമായി റിലേറ്റ് ചെയ്ത ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്ത മറ്റു 2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും 10th മെയിൻസിനും 10th പ്രിലിംസിനും യൂസ്ഫുൾ ആയിട്ടുള്ള കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരാവുന്ന ഇമ്പോർട്ടൻ്റ് ആയതും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് കേരള PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷമാണ് 1697. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ചെറുത്തുനിൽപ്പാണ് അഞ്ചുതെങ്ങ് കലാപം. ഇതിൻ്റെ പ്രധാന കാരണമാണ് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. കൂടാതെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ്. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും നിർമ്മിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയാണ് ഉമയമ്മ റാണി. ആരാണ് ഉമയമ്മ റാണി? ആറ്റിങ്ങൽ റാണിയാണ് ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കാൻ ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അനുവാദം വാങ്ങിയ ബ്രിട്ടീഷുകാരനായിരുന്നു ജോൺ ബ്രാബോൺ. പണ്ടകശാല തുറക്കുന്നതിന് 1684 1690 കോട്ട പണിയാനുമുള്ള അനുമതി നൽകി. കോട്ടയുടെ പണി പൂർത്തിയായ വർഷമാണ് 1695. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ചെറുത്തുനിൽപ്പ് അഞ്ചുതെങ്ങ് കലാപവും ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപവുമാണ്. മാറിപ്പോവരുത്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രധാന കാരണമാണ് വൻതോതിലുള്ള അഴിമതി, കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേട്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് പിടിച്ചടക്കിയ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. ആരായിരുന്നു ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് ഭരണാധികാരി? അത് ആദിത്യവർമ്മയാണ്. നെക്സ്റ്റ്, വേണാട് ഉടമ്പടി എന്താണെന്ന് നോക്കാം. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1723. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലായിരുന്നു വേണാട് ഉടമ്പടി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ ഒരു ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചിലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കുമെന്നും കോട്ടയ്ക്കു വേണ്ട പീരങ്കികളും വെടിക്കോപ്പുകളും കമ്പനി നൽകാമെന്നും സമ്മതിച്ചു. പിള്ളമാരെയും മാടമ്പിമാരെയും അടിച്ചമർത്തുന്നതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്നുള്ള കമ്പനിയുടെ സന്നദ്ധത അലക്സാണ്ടർ ഓം 1723 ഓഗസ്റ്റിൽ രേഖാമൂലം രാജാവിനെ അറിയിച്ചു. 1726 ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് ഇടവയിൽ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു. ഇതാണ് വേണാട് ഉടമ്പടിയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ്. അടുത്തത് പഴശ്ശി വിപ്ലവമാണ്.
മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളിലെ ഒരു വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. കേരളവർമ്മ പഴശ്ശിരാജയെ കേരള സിംഹമെന്ന് അറിയപ്പെടുന്നു. പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണങ്ങളായിരുന്നു. പഴശ്ശി വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാന കാരണമാണ് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാത്തതിനുള്ള അധികാരം നൽകാത്തത്, കൂടാതെ വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചത്. പഴശ്ശി രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളി മല. പുരളി മല സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ്. കേരളവർമ്മ പഴശ്ശിരാജയെ കേരള സിംഹമെന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നിവയായിരുന്നു. ഇതിൽ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടമാണ് 1793 മുതൽ 1797 വരെ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണമാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനിക്കെതിരെ ശക്തമായി എതിർത്ത വിഭാഗങ്ങളാണ് നായർ സമുദായങ്ങളും മാപ്പിളമാർ, ഗോത്ര ജനത തുടങ്ങിയവ. പഴശ്ശിരാജാവിന് എതിരെ പട നയിച്ച ബ്രിട്ടീഷുകാരനാണ് ലഫ്റ്റനന്റ് ഗോർഡൻ കേണൽ ഡോവ്, മേജർ കാമറോൺ. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടമാണ് 1800 മുതൽ 1805 വരെ. നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായുണ്ടായതാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണമാണ് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. പഴശ്ശി രാജാവിൻ്റെ പ്രധാന മന്ത്രിയായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപനാണ് കൈതേരി അമ്പുനായർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജാവ് ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഒളിപ്പോര അഥവാ ഗറില്ല യുദ്ധം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച വ്യക്തികളാണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു, കൂടാതെ അത്തൻ ഗുരുക്കൾ. രണ്ടാം പഴശ്ശി വിപ്ലവത്തെ തുടർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷമാണ് 1802. പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവി ബേബർ. മലബാറിലെയും തെക്കൻ കാനറിയിലെയും മൈസൂരിലെയും ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വസൈന്യാധിപനായി 1800 നിയമിതനായ വ്യക്തിയാണ് സർ ആർതർ വെല്ലസി. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കൂടിയാണ് ആർതർ വെല്ലസി. പഴശ്ശി രാജ മരണമടഞ്ഞ വർഷമാണ് 1805 നവംബർ 30. പഴശ്ശിരാജ കൊല്ലപ്പെട്ട സ്ഥലമാണ് മാവിലാംതോട്. മാവിലാംതോട് സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. നെക്സ്റ്റ് നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാവുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിലെ ഒന്നാമത്തെ ചോദ്യമാണ്, തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് എന്താണ്? ഉത്തരം തൃപ്പാപ്പൂർ സ്വരൂപം. സെക്കൻഡ് വൺ, തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ ആരായിരുന്നു? ഉത്തരം അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തേർഡ് വൺ, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി? ഉത്തരം മാർത്താണ്ഡവർമ്മ. നാലാമത്തെ ചോദ്യം, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? അതിൻ്റെ ആൻസറും മാർത്താണ്ഡവർമ്മയാണ്. നെക്സ്റ്റ് വൺ, മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം ഏതു പേരിലാണ് കേരള ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്നത്? ഉത്തരം വരുന്നത് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം, പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ. നെക്സ്റ്റ് വൺ,
മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം ഏതായിരുന്നു? കൽക്കുളമായിരുന്നു തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം. ആധുനിക അശോകൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്ന രാജാവ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച രാജാവ്? അതും മാർത്താണ്ഡവർമ്മയാണ്. 10th വൺ, കുളച്ചൽ യുദ്ധം നടന്ന വർഷമേത്? ഉത്തരം 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. നെക്സ്റ്റ് വൺ, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏത്? ഉത്തരം കുളച്ചൽ യുദ്ധം. നെക്സ്റ്റ് വൺ, കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികൾ? ബ്രിട്ടീഷുകാരാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികൾ. നെക്സ്റ്റ് വൺ, മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപൻ ആരാണ്? ഉത്തരം ഡിലനോയി. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏത്? ഉത്തരം വേണാട് ഉടമ്പടി. ഇത് 1723 അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. എ. തിരുവിതാംകൂർ തൃപ്പടിദാനം നടപ്പിലാക്കി. ബി. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു. സി. രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തിരിച്ചു. ഡി. തിരുവിതാംകൂറിൻ്റെ സമ്പത്ത് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഉത്തരം ഓപ്ഷൻ സി ആണ്. രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തിരിച്ചു. ഇത് മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്ത കാര്യമാണ്. മറ്റു 3 എണ്ണവും മാർത്താണ്ഡവർമ്മയുമായി റിലേറ്റ് ചെയ്തതാണ്. നമ്മൾ പറഞ്ഞു തൃപ്പടിദാനം നടത്തിയ മഹാരാജാവാണ് മാർത്താണ്ഡവർമ്മ. എന്താണ് തൃപ്പടിദാനം എന്ന് നോക്കാം. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഇതാണ് തൃപ്പടിദാനം. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷമാണ് 1750 ജനുവരി 3. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരിയാണ് ധർമ്മരാജ. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരി. തൃപ്പടിദാനം എന്ന കൃതിയിൽ വിശദീകരിച്ചിരിക്കുന്നത് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമാണ്. 16ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം എരുവയിൽ അച്യുത വാര്യർ. നെക്സ്റ്റ് വൺ, കള്ളക്കടത്ത് തടയുവാൻ വേണ്ടി അതിർത്തിയിൽ ചെക്ക് പോസ്റ്റ് ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര്? ഉത്തരം മാർത്താണ്ഡവർമ്മ. നെക്സ്റ്റ് വൺ, മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ ആരെല്ലാം? ഉത്തരം രാമപുരത്തു വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ. ഇത് ഡിഗ്രി പ്രിലിംസിന് സ്റ്റേറ്റ്മെൻറ്റായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നെക്സ്റ്റ് വൺ, മതിലകം രേഖകൾ ഏത് നാടുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം തിരുവിതാംകൂർ. 20ാമത്തെ ചോദ്യമാണ്, മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആര്? ഉത്തരം പള്ളിയാടി മല്ലൻ ശങ്കരൻ. നെക്സ്റ്റ് വൺ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കിപ്പണിത തിരുവിതാംകൂർ രാജാവ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ഏതെന്ന് തിരിച്ചറിയുക. എ. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ്. ബി. ധർമ്മരാജ കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. സി. ബാലഭാരതം എഴുതിയത്.
ഡി. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ്. ഇ. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. ഉത്തരം ശ്രീ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ശ്രീ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന ഭരണാധികാരി. നെക്സ്റ്റ് വൺ. ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി. ഉത്തരം കാർത്തിക തിരുനാൾ രാമവർമ്മ. നെക്സ്റ്റ് വൺ. താഴെ പറയുന്ന പ്രസ്താവനയിലെ തിരുവിതാംകൂർ രാജാവ് ഏതെന്ന് തിരിച്ചറിയുക. എ. തിരുവിതാംകൂറിലെ അശക്തനും അപ്രാപ്യനുമായ ഭരണാധികാരി എന്നറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിൽ ആയ സമയത്തെ ഭരണാധികാരി. ഉത്തരം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ്. 25-ാമത്തെ ചോദ്യം. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? ഉത്തരം വേലുത്തമ്പി ദളവ. 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം നടത്തിയത്. നെക്സ്റ്റ് വൺ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ച വ്യക്തി ആരാണ്? ഉത്തരം പാലിയത്തച്ചൻ. നെക്സ്റ്റ് വൺ. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത് എവിടെ? ഉത്തരം കണ്ണമൂല. അടുത്ത ചോദ്യം കുറച്ച് പോയിൻറ്റ്സ് ആണ്. അതുമായി റിലേറ്റ് ചെയ്ത ഭരണാധികാരി ആരാണെന്ന് നോക്കാം. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി. തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ്. 1810 മുതൽ 1813 വരെ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി. ഉത്തരം ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ബായി. റാണി ഗൗരി ലക്ഷ്മി ബായിയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ഒന്നാമത്തെ, തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ലക്ഷ്മി ബായി. 1812 അടിമക്കച്ചവടം നിർത്തലാക്കിയത്. തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിയും റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. തേർഡ് വൺ. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചതും ലക്ഷ്മി ബായി ആണ്. ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തു, അതും ഈ കാലഘട്ടത്താണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷൻ അലോപ്പതി ചികിത്സാരീതി നടപ്പിലാക്കിയ ഭരണാധികാരിയും റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. അടുത്ത ചോദ്യം. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയ ഭരണാധികാരി. ഉത്തരം റാണി ഗൗരി പാർവതി ബായി. 1817 ഈ സംഭവം. LMS നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൗരി പാർവതി ബായിയുടെ കാലത്താണ്. 30-ാമത്തെ ചോദ്യം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ BES മിഷൻ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയിരുന്നത്? ഉത്തരം മലബാർ. അടുത്തത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് അതുമായി റിലേറ്റ് ചെയ്ത മഹാരാജാവ് ആരാണെന്ന് കണ്ടെത്താൻ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്നു. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ്. സംഗീതജ്ഞരിലെ രാജാവ് എന്നും അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന പേര് നൽകിയ ഭരണാധികാരിയും ഇദ്ദേഹമാണ്. ഉത്തരം സ്വാതി തിരുനാൾ. ശ്രീ സ്വാതി തിരുനാളുമായി റിലേറ്റ് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് താഴെയുള്ളത്. ഇതിലെ ഒന്നാമത്തെ, തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ്, എഞ്ചിനീയറിംഗ് വകുപ്പ് ആരംഭിച്ചു. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ഇമ്പോർട്ടൻ്റ് ആണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് സ്ഥാപിച്ച ഭരണാധികാരി. തിരുവിതാംകൂറിൽ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് വൺ. തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് നടന്നത് എന്നാണ്? ഉത്തരം 1836 സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്
തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് നടന്നത്? നെക്സ്റ്റ് വൺ, സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവി ആരായിരുന്നു? ഉത്തരം ഇരയിമ്മൻ തമ്പി. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? എ. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടിരുന്നു. ബി. തിരുവനന്തപുരത്ത് വാന നിരീക്ഷണ കേന്ദ്രം തുടങ്ങി. സി. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി. ഡി. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായി. ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ഓപ്ഷൻ ഡി, ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരണാധികാരിയായി. മറ്റു 3 ഇദ്ദേഹവുമായി റിലേറ്റ് ചെയ്തതാണ്. 35ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് രാജാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: എ. തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത് ഈ കാലഘട്ടത്തിലാണ്. ബി. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. സി. വൈദ്യശാസ്ത്രത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നെക്സ്റ്റ് വൺ, പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. ഉത്തരം ആയില്യം തിരുനാൾ. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം പണ്ടാരപ്പാട്ട് വിളംബരം. ഇത് പുറപ്പെടുവിച്ച വർഷമാണ് 1865. എന്താണ് പണ്ടാരപ്പാട്ട് വിളംബരം എന്ന് നമുക്ക് നോക്കാം. പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. പണ്ടാരപ്പാട്ട് വിളംബരം നടന്ന വർഷമാണ് 1865. 1865 പണ്ടാരപ്പാട്ട് വിളംബരം വഴി കുടിയാന സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തിക്കൊടുത്തു. ഇതാണ് പണ്ടാരപ്പാട്ട് വിളംബരം. പണ്ടാരപ്പാട്ട് വിളംബരത്തിലെ വ്യവസ്ഥകളാണ് ഇനി പറയുന്നത്. വസ്തു കൈമാറ്റം ചെയ്യാം. പിന്മുറക്കാരന് ഈ വസ്തു അവകാശമുറയ്ക്ക് കിട്ടും. ഭൂമി മെച്ചപ്പെടുത്താൻ പാട്ടക്കാരന് അവകാശമുണ്ട്. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ പാട്ടക്കാരന് ഭൂമിയുടെ വില നൽകും. ഇമ്പോർട്ടൻ്റാണ്, പഠിച്ചു വയ്ക്കണം. അടുത്ത ചോദ്യം, ആധുനിക തിരുവിതാംകൂർ മാതൃകാ രാജ്യമെന്ന് പ്രകീർത്തിക്കപ്പെടാൻ തക്കവിധം ഭരണമണ്ഡലത്തിന് അടിത്തറ പാകിയത് ആരായിരുന്നു? ഉത്തരം സ്വാതി തിരുനാൾ. നെക്സ്റ്റ് വൺ, 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ശ്രീമൂലം തിരുനാൾ. വൈക്കം സത്യാഗ്രഹം ഇമ്പോർട്ടൻ്റായ ടോപ്പിക്കാണ്. അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അടുത്ത സ്ലൈഡിലുണ്ട്, നമുക്ക് നോക്കാം. 40ാമത്തെ ചോദ്യം, ദേവദാസി സമ്പ്രദായം, മൃഗബലി തുടങ്ങിയവ നിർത്തലാക്കിയ ഭരണാധികാരി? ഉത്തരം റാണി ലക്ഷ്മി ബായി. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരെ കാലഗണനാ ക്രമത്തിലാക്കുക. ഓപ്ഷൻസ്: ഫസ്റ്റ് കാർത്തിക തിരുനാൾ രാമവർമ്മ, ദെൻ ആയില്യം തിരുനാൾ, സി ഗൗരി പാർവതി ബായ്, ഡി ശ്രീമൂലം തിരുനാൾ. ഉത്തരം എ, സി, ബി, ഡി ആണ്. ആദ്യം തിരുവിതാംകൂർ ഭരിച്ച രാജാവായിരുന്നു കാർത്തിക തിരുനാൾ രാമവർമ്മ, ദെൻ ഗൗരി പാർവതി ബായി, നെക്സ്റ്റ് ആയില്യം തിരുനാൾ, ദെൻ ശ്രീമൂലം തിരുനാൾ. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ശ്രീമൂലം പ്രജാസഭ. അത് എന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, CP രാമസ്വാമി അയ്യർ. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രമുഖ ദിവാനായിരുന്നു CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായ വർഷമാണ് 1936. 1931 ചിത്തിര തിരുനാൾ മഹാരാജാവ് ലീഗൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസറായി നിയമിച്ചതും CP രാമസ്വാമി അയ്യരെയാണ്. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ്
ചാൻസലറാണ് CP രാമസ്വാമി അയ്യർ. ആരായിരുന്നു തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ? CP രാമസ്വാമി അയ്യർ. 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവി വഹിച്ച തിരുവിതാംകൂർ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. ആ 3 സർവകലാശാലകളാണ് തിരുവിതാംകൂർ, ബനാറസ്, അണ്ണാമലൈ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി കൂടിയാണ് CP രാമസ്വാമി അയ്യർ. സ്വാതന്ത്ര്യ തിരുവിതാംകൂർ പ്രഖ്യാപനം നടത്തിയ ദിവാനാണ് ഇദ്ദേഹം. സർ CPയെ 1947 ജൂലൈ 25 ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടിയംഗമാണ് KCS മണി. KCS മണിയുടെ യഥാർത്ഥ നാമമാണ് കോനാട്ടുമഠം ചിദംബര സുബ്രഹ്മണ്യ അയ്യർ. ഇപ്പോൾ നമ്മൾ നമ്മുടെ സിലബസിലുള്ള മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന ടോപ്പിക്ക് നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. ഇതിലെ ആദ്യത്തെ ചോദ്യമാണ്, ജാതി വ്യവസ്ഥയുടെ കർക്കശ്യം കണ്ട് കേരളം ഒരു ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം, സ്വാമി വിവേകാനന്ദനാണ് കേരളം ഒരു ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്തെല്ലാം പരിഷ്കാരത്തിനു വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത്? ഉത്തരങ്ങളാണ് ജാതി വിലക്കുകളുടെ ഉച്ചാടനം, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം, സ്ത്രീ ശാക്തീകരണം, സാമൂഹിക നീതി, യുക്തിചിന്തയും വിമർശന ബുദ്ധിയും, പൊതു ഇടങ്ങൾ എല്ലാവർക്കും ഉറപ്പാക്കൽ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂറിൽ പുലപ്പേടി നിരോധിച്ച രാജാവ് ആര്? ഉത്തരം വേണാട് കേരളവർമ്മ രാജാവ്. നെക്സ്റ്റ് വൺ, ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരമേത്? ഉത്തരം ചാന്നാർ ലഹള. 1859 ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് സമരം നടന്നത്. 46ാമത്തെ ചോദ്യം, 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. നെക്സ്റ്റ് വൺ, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിപ്പിച്ചത് ആര്? ഉത്തരം ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നെക്സ്റ്റ് വൺ, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമേത്? ഉത്തരം മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും ഇമ്പോർട്ടൻ്റ് ആണ്. കേരള PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. നെക്സ്റ്റ് വൺ, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം? ഉത്തരം 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. മലയാളി മെമ്മോറിയലുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇതിലെ ഒന്നാമത്തെ, തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി 10,028 പേർ ഒപ്പിട്ട നിവേദനം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിന്. ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച വ്യക്തിയാണ് KP ശങ്കരമേനോൻ. മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാനായിരുന്നു T രാമറാവു. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് CV രാമൻപിള്ള.
മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക്. നെക്സ്റ്റ് വൺ, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടു തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻസ്: എ, തിരുവിതാംകൂറിൽ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്വത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. ബി, ഡോക്ടർ പൽപ്പു ആണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. സി, 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ഉത്തരം എയും സിയുമാണ്. ബി എന്ന ഓപ്ഷൻ തെറ്റാണ്. ഡോക്ടർ പൽപ്പു അല്ല മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. നെക്സ്റ്റ് വൺ, പൊതുനിരത്തുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്ന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരമേത്? ഉത്തരം വില്ലുവണ്ടി സമരം. 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ കാളവണ്ടിയിൽ സഞ്ചരിച്ചു. നെക്സ്റ്റ് വൺ, ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി 13,176 പേർ ഒപ്പിട്ട ഹർജി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഏതായിരുന്നു അത്? ഉത്തരം ഈഴവ മെമ്മോറിയൽ. അടുത്ത ചോദ്യം, ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം? 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. നെക്സ്റ്റ് വൺ, അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ച വർഷം? ഉത്തരം 1909. നെക്സ്റ്റ് വൺ, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാടങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം 1909 കർഷക സമരം. ഇതിന് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് അയ്യങ്കാളി. നെക്സ്റ്റ് വൺ, 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം അയ്യങ്കാളി. നെക്സ്റ്റ് വൺ, കല്ലുമാല സമരം നടന്ന വർഷം? 1915 കല്ലുമാല സമരം നടന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആര്? ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുത്ത ചോദ്യം, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാര്? ഉത്തരം അയ്യങ്കാളി. നെക്സ്റ്റ് വൺ, യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ? ഉത്തരം VT ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ് വൺ, പ്രത്യക്ഷരക്ഷ ദേവസഭ സ്ഥാപിച്ചത്? ഉത്തരം കുമാരഗുരുദേവൻ. ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ്സ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നവോത്ഥാന സംഘടനകളും സ്ഥാപകരും. ഇത് വായിച്ചു നോക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സവർണജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയായിരുന്നു സവർണജാഥ. സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. സവർണജാഥ സംഘടിപ്പിച്ച വർഷമാണ് 1924 നവംബർ 1. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ സംഘടിപ്പിക്കപ്പെട്ടത്. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ ME നായിഡു. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. ഇത് അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരം വരെയായിരുന്നു. സവർണജാഥയുടെ അവസാനം മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് സേതു ലക്ഷ്മിബായിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പരീക്ഷകൾ ചോദിച്ച ടോപ്പിക്കുമാണ്, പഠിച്ചു വയ്ക്കണം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെയായി നടന്ന ആദ്യത്തെ സംഘടിത സമരം? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരം?
ടി കെ മാധവൻ, കെ കേളപ്പൻ, സി വി കുഞ്ഞിരാമൻ, കെ പി കേശവമേനോൻ എന്നിവർ പങ്കെടുത്തു. ഉത്തരം വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് 1924. നെക്സ്റ്റ് വൺ, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരായിരുന്നു? ഉത്തരം ടി കെ മാധവൻ. നെക്സ്റ്റ് വൺ, വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച നേതാവ്? ഉത്തരം ഇ വി രാമസ്വാമി നായ്ക്കർ. നെക്സ്റ്റ് വൺ, ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ തുറന്നുകൊടുത്തത് എപ്പോഴാണ്? ഉത്തരം 1925 നവംബർ 23. വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് എത്ര ദിവസമാണ്? ഉത്തരം 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. നെക്സ്റ്റ് വൺ, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം എ കെ ഗോപാലൻ. നെക്സ്റ്റ് വൺ, 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? ഉത്തരം കെ കേളപ്പൻ. അടുത്ത ചോദ്യം, എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായി KPCCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം? ഉത്തരം ഗുരുവായൂർ സത്യാഗ്രഹം. 1931 മുതൽ 1932 വരെയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളായിരുന്നു കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവമേത്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. നെക്സ്റ്റ് വൺ, കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവമേത്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം എന്താണെന്ന് നോക്കാം. തിരുവിതാംകൂറിലെ അവർണ്ണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ഇത്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ചതാണ് 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയാണ് സർ CP രാമസ്വാമി അയ്യർ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതുകൂടെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ച വ്യക്തിയായിരുന്നു C രാജഗോപാലാചാരി. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് TK വേലുപ്പിള്ള. നെക്സ്റ്റ് കുറച്ച് യാത്രകളും ജാഥകളും അത് നടന്ന സ്ഥലവും അതുമായി റിലേറ്റ് ചെയ്ത വ്യക്തികളുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. ഈ വീഡിയോയിൽ കേരള ഹിസ്റ്ററിയിലെ ഓൾമോസ്റ്റ് പോർഷൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷനായി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഈ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മൊഡ്യൂളിൻ്റെ ഓൾമോസ്റ്റ് പോർഷൻസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. വലിച്ചുവാരി പഠിക്കാതെ തന്നെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ആ ടോപ്പിക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇങ്ങനെ പഠിച്ച ഏത് ചോദ്യം വന്നാലും, ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയാലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയാലും നമുക്ക് ആൻസർ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനെന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.